ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് അനാലിസിസ് ചെയ്യാൻ പോകണം. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് അനാലിസിസ് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകണേണ്. നിഫ്റ്റി ഇന്നത്തെ അതായത് ഫ്രൈഡേത്തെ മൂവ്മെന്റ് ഏകദേശം 112 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി -23 പോയിന്റ്സ് ഡൗൺ, ഫിൻ നിഫ്റ്റി -170 പോയിന്റ്സ് ഡൗൺ, നമ്മുടെ സെൻസെക്സ് 325 പോയിന്റ്സ് ഡൗൺ. ഇതിന്റെ അനാലിസിസ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇനി നാളത്തേക്കുള്ള അതായത് അടുത്ത ആഴ്ചത്തേക്കുള്ള നിഫ്റ്റി 50യുടെ അനാലിസിസ് വീഡിയോ ആണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. അപ്പൊ നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാർക്ക് ചെയ്തത് ഞാനൊന്ന് ഡെയിലി ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യണേണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പ് പറഞ്ഞിരുന്നത് 12,000 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പക്ഷേ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 12,500 എന്ന ലെവല് മാർക്കറ്റ് നല്ലോണം റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന് നമ്മൾ വരച്ചിരുന്ന പോലെ ഒരു ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ ഉണ്ടായതിനു ശേഷം മാർക്കറ്റ് പുള്ളപ്പ് ചെയ്ത് 12,625 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ഇനിയുള്ള അനാലിസിസ് നെക്സ്റ്റ് ലെവൽസും നെക്സ്റ്റ് വീക്ക്ലി ലെവൽസും ഒക്കെ നോക്കാനുള്ള. അപ്പൊ അതിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഈ ലെവൽസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ ക്ലോസിംഗ് ലെവൽ വരുന്നതെന്ന് പറയുന്നത് ഏകദേശം 12,625 ആണ് നമ്മുടെ ഇന്നത്തെ അതായത് ഫ്രൈഡേയിലത്തെ ക്ലോസിംഗ് ലെവൽ വന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഫ്രൈഡേ ക്ലോസിംഗ് ആണ്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് +108 പോയിന്റ്സ് അപ്പ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും സെക്ടേഴ്സ് നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. 0.87% അപ്പ് മൂവ്മെന്റ്, നല്ല മൂവ്മെന്റ് ആണ്. വീക്ക്ലി വെച്ച് നോക്കിയാലും -2.01% വീക്ക്ലി ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തു. വീക്ക്ലി ആവറേജ് ആണ് പറഞ്ഞത്. പക്ഷെ അത് 2-3 ദിവസത്തെ ഗ്യാപ് ഡൗൺ ഒക്കെ കൺസിഡർ ചെയ്ത് ചെയ്താൽ മതി. പക്ഷെ മാർക്കറ്റ് ഞാൻ ഗ്യാപ് ഡൗൺ കൺസിഡർ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് നോർമലി ഇന്ത്യൻ മാർക്കറ്റ് സേഫ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഗ്യാപ് ഡൗണോ ഗ്യാപ് അപ്പോ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ബാക്കിയുള്ള മണിക്കൂറുകളിൽ മാർക്കറ്റ് നല്ലോണം മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പൊ നമുക്കിനി നോക്കാവുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് വീക്ക്ലി റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 13,000 എന്ന് പറയുന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 13,000 വീക്ക്ലി റെസിസ്റ്റൻസ് 2ഉം പിന്നെ നമ്മുടെ വീക്ക്ലി മേജർ റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, മേജർ റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ആയാലാണ് നമുക്ക് ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് 12,400 എന്ന ലെവലാണ്. മാർക്ക് ചെയ്തിട്ട് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. 12,400 മാർക്ക് ചെയ്തോട്ടെ. 12,400 ഇതാണ് നമ്മുടെ വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ലെവല് എടുക്കാനുള്ള കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ മിനിമൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ സപ്പോർട്ട് ലെവലാണ്. കാര്യം മാർക്കറ്റ് മുകളിലാണ്, അതുകൊണ്ടാണ് എനിക്ക് തെറ്റ് പറ്റിയത്. ഓക്കെ, ഇത് സപ്പോർട്ട് ലെവലാണ്, വീക്ക്ലി റെസിസ്റ്റൻസ് ലെവൽ അല്ല, വീക്ക്ലി സപ്പോർട്ട് ലെവലാണ്. ക്ഷമിക്കുക, ഞാൻ മാർക്ക് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. ഇത് വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ ഞാൻ ഈ ലെവൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണേ. ഈ ഒരു പെർട്ടിക്കുലർ ലെവല് പല തവണയായി മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. അവിടെ വന്നാണ് ഒരു പുള്ളപ്പ് പല തവണയായിട്ട് ഉണ്ടായേക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഈ ഒരു ലെവലിൽ വന്ന് നിന്നിട്ടാണ് പിന്നെ മാർക്കറ്റ് പുള്ളപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 12,400 എന്ന ലെവല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണും. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 12,400ന്റെ താഴെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പും കൂടി ഞാൻ വരച്ചു കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗ്യാപ്പ്. ഇത് പണ്ട് ഫോം ചെയ്ത ഗ്യാപ്പാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്താൽ എന്തെങ്കിലും ഒരു ദിവസം മാർക്കറ്റ് ആ ഗ്യാപ്പ് കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് താഴ്ത്തോട്ട് വരും. അത് മാത്രമല്ല, കൂടുതൽ താഴ്ത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഗ്യാപ്സ് ഉണ്ട്. എന്ന് പറയുന്നത് ഒന്ന് താഴെ ഇവിടെ ഇതൊരു ഗ്യാപ്പാണ്. പിന്നെ അതിന്റെ തൊട്ട് താഴെയുണ്ട് ഒരു ഗ്യാപ്പ്, ഞാൻ മാർക്ക് ചെയ്യാം. ഇതിന്റെ തൊട്ട് താഴെയും ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് ഇവിടെ കൊണ്ടുവരും. അപ്പൊ മാർക്കറ്റ് താഴോട്ട് വീഴുവാണെങ്കിൽ ഈ ഗ്യാപ്പ് ഒക്കെ ക്ലോസ് ചെയ്യാനായിട്ട് ഇടയാകും. ഫസ്റ്റ് നമുക്ക് ഇനിയിപ്പോ നോക്കാനുള്ള ഈ 12,400ന്റെ അടിയിലുള്ള ഗ്യാപ്പാണ്. ഇത് ഏകദേശം 264 ഉണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് പറയാം. 253 നമുക്ക് 253 റൗണ്ട് അപ്പ് ആയിട്ട് 215 എടുക്കാം. അപ്പൊ 250 പോയിന്റ്സ് ആണ് നമുക്ക് ഗ്യാപ്പ് താഴെ ക്ലോസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻട്രാഡേയില് 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ കാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. മാർക്കറ്റ് ഡൗൺ പോവുകയാണെങ്കിൽ ഈ 1 അവർ ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അത് ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ പിന്നെയും മാർക്കറ്റ് ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യും. സെല്ലേഴ്സ് നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ സെല്ലർ ഡോമിനേഷൻ ഈ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യണ വരെ പോയിട്ട് പിന്നെ റീട്രേസ് ചെയ്യാനാണ് സാധ്യത. അതായത് ഇവിടുന്ന് പിന്നെ മാർക്കറ്റ് പുള്ളപ്പ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ താഴെ 13,000 ആണ് മുകളില് വരുന്നതെങ്കിൽ ഇവിടെ നോക്കേണ്ട ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ ആണ്. ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന്
ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തതായിരിക്കും. ഒരു ചെറിയ റീട്രേസ്മെന്റ് ഒക്കെ ഉണ്ടാവും, എന്നിട്ടേ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്യുള്ളൂ. ഡബിൾ ക്യാൻഡിൽ കൺഫർമേഷൻ എടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ആൻസർ, അതായത് ഒരു കൺഫർമേഷൻ ഔട്ട്പുട്ട് കിട്ടും. ഇവിടെയും 12,400 അവിടെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിനാണ് ഞാൻ ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കണമെന്ന് പറയുന്നത്. അതേസമയം ഈ ഭാഗം കൊണ്ട് നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനൊന്നും വരില്ല. മാർക്കറ്റ് ഈ ലെവല്, അതായത് ഈ 12,400 എന്ന ലെവല് റെസ്പെക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ഇവിടെ നിന്ന് ഈ ഒരു പെർട്ടിക്കുലർ സപ്പോർട്ട് ലെവലിൽ നിന്ന്, റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, സോറി, ഇത് റെസിസ്റ്റൻസ് അല്ല കേട്ടോ, ഞാനിവിടെ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ട്. ഇത് സപ്പോർട്ട് ലെവലാണേ. അത് മാത്രമല്ല ഇത് വീക്ക്ലി മേജർ റെസിസ്റ്റൻസും ആണ്. അപ്പോൾ ഈ സപ്പോർട്ട് ലെവല് ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 12,625 എന്ന ലെവലിലാണ്. താഴെ ഗ്യാപ്സ് ഉണ്ട്. അപ്പൊ മാർക്കറ്റ് എങ്ങാനും കൂടുതൽ ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അനാലിസിസ് പഠിച്ച് ഫിബൊനാച്ചി പാറ്റേൺസ്, പ്രൈസ് ആക്ഷൻ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം ബേസിക്സ് ടു അഡ്വാൻസ് ലെവൽ വരെ ഓപ്ഷൻ ട്രേഡിംഗ്, ഈ വാറിന്റെ സമയത്ത് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാനൊക്കെ പഠിക്കണമെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. കൂടാതെ റെക്കോർഡിംഗ്സ് വിത്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട്, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാത്ത കാര്യം ലെവൽസ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നോ, ഇന്ന സ്ട്രൈക്ക് പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നോ പറയുന്നില്ല. നമ്മൾ പ്യുവർ എഡ്യൂക്കേഷൻ ആണ്. ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങളെ ആക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്വയം തന്നെ ലെവൽസും ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ഈ കോഴ്സ് തീരുന്നതോടെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിം വർക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസും ഓൾറെഡി ഉള്ള സ്ട്രാറ്റജീസ് ആയ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കോഴ്സിന്റെ അകത്ത്. ഇതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കൊടുക്കും. കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് പാറ്റേൺസ്, ഫിബൊനാച്ചി, പ്രൈസ് ആക്ഷൻ, കാൻഡിൽ അനാറ്റോമി, ടെക്നിക്കൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, വോളിയം അനാലിസിസ്, സ്ട്രാറ്റജീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, പിന്നെ ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, പിന്നെ ഇമോഷണൽ ട്രേഡിംഗ് കൺട്രോൾ അതെങ്ങനെ ചെയ്യണം. കാര്യം മിക്കവർക്കും ഓവർ ട്രേഡിംഗ് ചെയ്താണ് വലിയ ലോസസ് ഉണ്ടാകുന്നത്. മിനിമം ലോസിൽ എങ്ങനെ പുറത്തിറങ്ങാം, റൈറ്റ് ട്രേഡ് എങ്ങനെ എടുക്കാം. പിന്നെ ഒപ്പം നമ്മൾ ബോണസ് ആയ ടെക്നിക്കൽ അനാലിസിസ് എന്ന മോഡ്യൂൾ 9999 ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 9999 ആണ് കോഴ്സിന്റെ മോഡ്യൂളിന്റെ കോസ്റ്റ്. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5,999 റുപ്പീസിന്റെ കോഴ്സും നമ്മൾ ഈ കോഴ്സിന്റെ ഒപ്പം ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി 9999, ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അതിന് 9999, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5,999. ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമ്മൾ നോക്കുവാണെങ്കിൽ 25,997 ആണ് കോഴ്സ് പ്രൈസ് വരുന്നത്. അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് 4,199 റുപ്പീസിന് ഉള്ളിലാണ് നമ്മൾ ചാർജ് ഒരു സ്റ്റുഡന്റിൽ നിന്ന് ഈടാക്കുന്നത്. പിന്നെ ഇനിയും ഇപ്പോൾ ബഡ്ജറ്റ് ഒക്കെ കഴിഞ്ഞ് കോഴ്സിന്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രൈസിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയ ഇമെയിൽ ID, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിളിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഓഫറിൽ തന്നെ കോഴ്സ് ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പൊ ബാക്ക് ടു ദ ടോപ്പിക്. അടുത്ത ലെവല് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ വരാൻ പോകുന്നത് 12,000 ആണ്. നമ്മുടെ ഇമ്പോർട്ടന്റ് വീക്ക്ലി സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യും. ഞാൻ അതും കൂടി മാർക്ക് ചെയ്തോട്ടെ. 12,000 ഇതായിരിക്കും നമ്മുടെ വീക്ക്ലി സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ലെവൽസ് ഒക്കെയാണ് നോക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ക്യാൻഡിൽ കൺഫർമേഷൻസ് എടുത്ത് ട്രേഡ് ചെയ്യുക. അപ്പൊ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇനി സ്മോൾ ക്യാപ് നിഫ്റ്റി നോക്കാം. അപ്പൊ സ്മോൾ ക്യാപ് നിഫ്റ്റിയും ഇവിടെ ഞാൻ ആദ്യം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. സ്മോൾ ക്യാപ് നിഫ്റ്റി നമ്മൾ വരച്ചിരുന്ന ലെവൽസ് എന്ന് പറയുന്നത് 14,500 വീക്ക്ലി സപ്പോർട്ട് 1 ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഇത് റെസ്പെക്ട് ചെയ്ത ലെവലും കൂടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും താഴെ മാർക്കറ്റ് പോയില്ല. സ്മോൾ ക്യാപ് നിഫ്റ്റി കമ്പാരിറ്റീവ്ലി സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. മുകളിലോട്ട് മൂവ് ചെയ്തില്ല. അതായത് 15,600 എന്ന വീക്ക്ലി റെസിസ്റ്റൻസ് വണ്ണും ബ്രേക്ക് ആയിട്ടില്ല, 14,500 എന്ന സപ്പോർട്ടും ബ്രേക്ക് ആയിട്ടില്ല. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ ബ്രേക്ക് ഔട്ട് നടന്നെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇപ്പോ എടുത്തു പറയുവാനാണെങ്കിൽ നമ്മുടെ സ്മോൾ ക്യാപ് നിഫ്റ്റി ഡെയിലി, അതായത് ഇന്നത്തെ ഫ്രൈഡേ മൂവ്മെന്റ് നോക്കണമെങ്കിൽ ഞാനതൊന്ന് ക്ലിയർ ചെയ്തിട്ട് മാർക്ക് ചെയ്തോട്ടെ. ഇന്നത്തെ ഫ്രൈഡേ മൂവ്മെന്റ് വന്നിരിക്കുന്നത് ഏകദേശം 14,791 ആണ് ഇന്നത്തെ ഫ്രൈഡേ മൂവ്മെന്റ് വന്നിരിക്കുന്നത്. ഫ്രൈഡേ ക്ലോസിംഗ് ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം +38 പോയിന്റ്സ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ അത്ര വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായില്ല, ചെറിയൊരു മൂവ്മെന്റ് ആണ്. 0.26% അപ്വേർഡ് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമുക്കിനി അനാലിസിസ് ചെയ്യാനുള്ളത്. വാറും കൂടി നമ്മൾ കൺസിഡറേഷനിൽ എടുത്താണ് നമ്മൾ അനാലിസിസ് ചെയ്യണം. അപ്പൊ അതിലോട്ട് കിടക്കാം. നമ്മുടെ സ്മോൾ ക്യാപ്പിൽ ഇനി നോക്കുവാണെങ്കിൽ നമുക്ക് മേജർ റെസിസ്റ്റൻസ് ലെവൽ വരാൻ പോകുന്നത് 15,598 ഉണ്ട്. അത് റൗണ്ട് അപ്പ് ആയിട്ട് 15,600 എന്ന് ഞാൻ എഴുതുകയാണ്. 15,600 ഇതായിരിക്കും നമ്മുടെ
വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യണത്. ഇത് പലതവണ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആയിട്ടും സപ്പോർട്ടായിട്ടും ഒക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ, ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് ഡെയിലി ടൈം ഫ്രെയിം ആണെന്ന് ഓർക്കണം. പലതവണ ഈ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുള്ള ലെവലാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ് 15,600. 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ കാൻഡിൽ കൺഫർമേഷൻ എടുത്ത് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആണ് എന്നാൽ മാത്രമേ ഇവിടെ നിന്നൊരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നോക്കാവുന്ന സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 2 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. ഒന്ന് ഏറ്റവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീക്കിൽ ഏറ്റവും താഴെ പോയ സപ്പോർട്ട് ലെവലാണിത്, അതൊരു സപ്പോർട്ട് ലെവൽ. പിന്നെ അതിന്റെ തൊട്ട് താഴെ വരുന്ന നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ, അത് പഴയ ഡാറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിനു മുമ്പ്. അതുകൊണ്ട് ആവറേജ് വാല്യൂവും വോളിയം അനാലിസിസും വെച്ച് നോക്കാൻ നേരത്തും ഈ ഒരു സപ്പോർട്ട് ലെവൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. പിന്നെ എടുത്ത് പറയാനുള്ളത്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇറാൻ വാർ സ്റ്റോപ്പ് ആകാൻ പോണില്ല. ഇറാനും സ്ട്രോങ് ആണ്, അമേരിക്കയും സ്ട്രോങ് ആണ്. ഇറാന്റേതായ പവറുകളുണ്ട്. അതായത് ഇപ്പോൾ ഇറാൻ കുക്കിംഗ് ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് നമുക്കിപ്പോൾ. ആ കാര്യം ആ ഒരു വേ, ആ ഒരു പാത്ത് ഇറാൻ ബ്ലോക്ക് ചെയ്തിരിക്കണം, ഹുംറോസ് എന്ന പാത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പാത്തിൽ കൂടെ ഇന്ത്യയിലേക്ക് 2 എന്താണ് കപ്പലുകൾ വന്ന് ഏകദേശം 43,000 ടൺ ഓയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് കണ്ടത്. പക്ഷെ വാർ ഇപ്പോഴൊന്നും നിൽക്കാൻ പോകുന്നില്ല, സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അനലൈസ് ചെയ്യാൻ നേരത്തെ ഇതുപോലെ തന്നെ വാറും കൂടി മനസ്സിൽ കണ്ടു വേണം അനലൈസ് ചെയ്യാൻ. രാവിലെ തന്നെ ട്രേഡ് എടുക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്ത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കിയിട്ട്, കാര്യം മാർക്കറ്റിന്റെ രാവിലത്തെ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് നോർമലി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ്സ് നോക്കാതെ കറക്റ്റ് ആയിട്ട് മൂവ്മെന്റ് എടുത്ത് ചെയ്യണം. അപ്പൊ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വാറിന്റെ സമയത്ത് എങ്ങനെ അനാലിസിസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെങ്കിലാണ് ഞാൻ വാർ ട്രേഡിംഗ് മാസ്റ്ററി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. 4199 ആണ് കോഴ്സ് പ്രൈസ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കപ്പോൾ നഷ്ടപ്പെട്ട ലോസ് ഒക്കെ തിരിച്ചു കിട്ടുന്നതായിരിക്കും. എങ്ങനെയാണ് കറക്റ്റ് ട്രേഡ് എടുത്ത് ഈ ഒരു സമയത്തും പ്രോഫിറ്റ് നേടാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ള സപ്പോർട്ട് ലെവലും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ 14,500 ഇതായിരിക്കും നമ്മുടെ വീക്ക്ലി സപ്പോർട്ട് 1. ഈ ലെവൽസ് വീക്ക്ലി ലെവൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വന്നു കഴിഞ്ഞാൽ ഈ ലെവൽസും ഇൻട്രാഡേയിൽ ഇമ്പോർട്ടന്റ് ആയിരിക്കും നോട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം നോട്ട് ചെയ്ത് വെക്കുക, പ്രത്യേകിച്ചും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ട്രേഡ് ചെയ്യുന്നവര്. അപ്പോൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനും ലെവൽസ് കീപ്പ് ചെയ്യാനും പറ്റും, സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ 14,500 അവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ക്യാൻഡിൽ ബെയറിഷ് ബ്രേക്ക് ഔട്ട് നടക്കണുണ്ടോ എന്ന് നോക്കണം. പിന്നെ 14,000 ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് സെൽ സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും ശ്രദ്ധിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ്. അപ്പോൾ നാളെ ഞാൻ നമ്മുടെ വീക്ക്ലി അനാലിസിസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മിസ് ചെയ്യേണ്ട, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നാൽ മതി. അപ്പോൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻട്രാഡേയും വീക്ക്ലി അനാലിസിസ് വീഡിയോയും കിട്ടുന്നതായിരിക്കും. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. വേറെ സ്റ്റോക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളത്തെ അനാലിസിസ്ക്ക്. അതുവരേക്കും താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗുഡ് നൈറ്റ്.